എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നടന്നിട്ടുള്ള എക്സാമിന്റെ 6th സ്റ്റാൻഡേർഡിന്റെ എക്സാം പേപ്പർ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ വാട്ട് പാർട്ട് ഓഫ് എ സർക്കിൾ ഈസ് ഷെയ്ഡഡ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ 40-40-40 വരുന്ന രീതിയിലുള്ള ഒരു ആംഗിൾസ് നമ്മൾ ഫോം ചെയ്തു. ഓക്കെ, 40-40-40 ആണ് വേണ്ടത്. ആ രീതിയിൽ ഫോം ചെയ്തു. ഓക്കെ, ശരി. അങ്ങനെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കി. അങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 2 3 4 5 6 7 8 9 അല്ലെ, 9 കിട്ടും. ഇനി അത് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേറെ ട്രിക്ക് പറഞ്ഞുതരാം. പാർട്ട് എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഒരു ടിൻറ്റുമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ മൂവ് ചെയ്തു അല്ലെ. ഒരു 40% അല്ല 40 ഡിഗ്രി വരെ എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയും മൂവ് ചെയ്യാനുണ്ട് അവർക്ക് അല്ലെ. ഇനിയും അവർക്ക് എന്ത് ചെയ്യാനുണ്ട്, മൂവ് ചെയ്യാനുണ്ട്. പക്ഷെ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ 40 വരെയാണ് മൂവ് ചെയ്തിട്ടുള്ളൂ ഔട്ട് ഓഫ് 360. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതിൽ രണ്ടിലും 0 ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ വരിക? 4/36. ഇനി നിങ്ങൾ ചിന്തിച്ചാൽ മതി, മുകളിലുള്ള ആളും 36 തമ്മിലുള്ള അടിയിലുള്ള ആള് 36 ആണല്ലോ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും ഇതിൽ രണ്ടിലും വരുന്ന കോമൺ ആയിട്ടുള്ള ഫാക്ടർ 2 ഉണ്ട്. പിന്നെ വരുന്നത് 3 ഇല്ല, 4 ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4 ഡിവൈഡഡ് ബൈ 4, 36നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. അങ്ങനെ ആൻസർ എന്താ വരിക? 1/36 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 9. അപ്പൊ ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത് മെഷർ ചെയ്യാനാണ്. ഈ ആംഗിൾസ് ഒന്ന് മെഷർ ചെയ്താൽ മതി. അപ്പൊ മെഷർ ചെയ്യണമെങ്കിൽ പ്രൊട്രാക്ടർ വേണം അല്ലെ. എങ്ങനെ മെഷർ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഇത് ഇപ്പോൾ ട്രാക്ടർ കറക്റ്റ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ വെച്ചതിന് ശേഷം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക കേട്ടോ. എത്ര നമുക്ക് കിട്ടുക നമുക്ക് നോക്കാം. എത്ര നമുക്ക് കിട്ടിയത്? കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 30 40 50 60 70 ആണ് ആംഗിൾ ആയിട്ട് വരുന്നത്. അപ്പൊ അതേപോലെ ഇപ്പുറത്തും വെക്കുക. ഇതേ ആംഗിൾ തന്നെയായിരിക്കും, 70 തന്നെയായിരിക്കും കിട്ടുക. ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 2 മാർക്കാണ്. ഇതേപോലെ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞതാണ്. എത്ര ഉണ്ടായിരുന്നു, എത്ര ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയാം. 1 2 3 4 5 6 7 8 9 ആണ്. അതിലൊരു പാർട്ടാണ് എന്ത് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ 1/9. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻസർ 1/9. സെക്കൻഡ് ക്വസ്റ്റ്യൻ 70, തേർഡ് ക്വസ്റ്റ്യൻ 9 ആണ് ആൻസർ വരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന് വായിച്ചു നോക്കുക. വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ദി ട്രയാങ്കിൾ ഇൻസൈഡ് ദി സർക്കിൾ. അപ്പൊ ഈ സർക്കിളിൽ ഒരു ഇൻസൈഡ് ആയിട്ട് ഒരു ട്രയാങ്കിൾ കാണാനുണ്ട്. അപ്പൊ അതും ഇതും ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മളൊന്ന് കമ്പയർ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് വൺ ഓഫ് ദി ആംഗിൾ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ശരിയാണോ? അല്ല. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 90 വരുന്നുണ്ടോ? നമുക്കറിയാം ഈ ട്രയാങ്കിളിൽ 40 90 70. അപ്പോ എന്ത് കിട്ടണില്ല? 90 വരുന്നില്ല. അപ്പൊ ആ ആൻസർ തെറ്റാണ്. പിന്നെ അതുപോലെ വരുന്നത് തെറ്റാണ്. പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 sides ഓഫ് ദി ട്രയാങ്കിൾ ആർ ഈക്വൽ. അപ്പോൾ ഇതില് ഈ സൈഡും ഈക്വൽ ആണെന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇനി അതല്ല, അങ്ങനെ കാണുമ്പോൾ മനസ്സിലാവണില്ലാന്നുണ്ടെങ്കിൽ ഈ സെന്റർ ടു എൻഡ് ഓഫ് ദി സർക്കിൾ, ഓൺ ദി സർക്കിൾ വരെയുള്ളതിനെ നമ്മൾ എന്താ പറയാ? റേഡിയസ്. അപ്പൊ ഇതേപോലെ 2 റേഡിയസ് ആണ് വരച്ചേക്കുന്നത്. 2 റേഡിയസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് അത് ക്യാൻസൽ ചെയ്യണ്ട. ഇനി 3 sides ഓഫ് ദി ട്രയാങ്കിൾ, 2 സൈഡ് ഈക്വൽ ആന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ 3 സൈഡിന്റെ കാര്യം പറയുന്നത്? 3 സൈഡ് ഈക്വൽ അല്ല, 3 സൈഡും ഈക്വൽ ആയിട്ട് വരുന്നില്ല. 2 സൈഡേ ഈക്വൽ ആവണല്ലോ. അപ്പൊ അത് ക്യാൻസൽ ചെയ്തു. ഇതേപോലെ വേണം നമ്മൾ പോവാൻ. ഇനി അടുത്തത് 3 angles ഓഫ് ദി ട്രയാങ്കിൾ ആർ ലെസ് ദാൻ 90. അപ്പൊ ആദ്യത്തെ 40 ആണ്, അതെന്തായാലും ലെസ് ദാൻ 90 ആണ്. 70 ആണ് രണ്ടാമത് കിട്ടിയിട്ട്, അതും 90 ആണ്. പിന്നെയും 70 ആണ്, അതും ലെസ് ദാൻ 90 ആണ്. അപ്പൊ ആ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ സി ആണ്. സെക്കൻഡും ഫോർത്തും കറക്റ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുള്ളത് ഇന്നർ ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ് ഓഫ് എ റെക്ടാങ്കുലർ വാട്ടർ ടാങ്ക് ആർ 90 ഡിഗ്രി. 90 ഡിഗ്രി അല്ല, 90 സെന്റിമീറ്റർ, 70 സെന്റിമീറ്റർ, 50 സെന്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. വാട്ട് ഈസ് ദി വോളിയം ഓഫ് ദി ടാങ്ക്? ഇത് കറക്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
കൃത്യമായിട്ട് കാണിക്കുകയാണ്. ആ ഒരു ടാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? അപ്പൊ ഇതേപോലെ ഒരു ടാങ്ക് വരയ്ക്കുക. അതിൽ എന്തുണ്ട്, വാട്ടർ ഉണ്ട് പറഞ്ഞു അല്ലെ, വാട്ടർ ഉണ്ട് അല്ലെ. അപ്പൊ വാട്ടറിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ അവർ റെപ്രസെന്റ് ചെയ്തു. ഇത് ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഓക്കെ ഒക്കെ ആയി. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ ഇവർ പറയുന്നത് വാട്ട് ഈസ് ദ വോളിയം ഓഫ് ടാങ്ക് എന്നാണ്. അപ്പൊ സുഖമാണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ എന്ത് കിട്ടും, വോളിയം കിട്ടും നമുക്കറിയാം. അപ്പൊ ലെങ്ത് 90 ആണ്, ബ്രെഡ്ത്ത് 70 ആണ്, ഹൈറ്റ് 50 ആണ്. ഇതൊക്കെ കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാം, എന്താണ് കിട്ടുക നമുക്ക് നോക്കൂ. ജസ്റ്റ് എന്താണ് നമുക്ക് 3,15,000 അല്ലെ, 3,15,000 ആണ് കിട്ടിയത്. നിങ്ങൾക്ക് അത് തന്നെയാണോ കിട്ടിയെന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഞാനിത് വായിച്ചു തരാം. നൗ ദ ടാങ്ക് ഹോൾഡ് 189 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. അപ്പൊ ഒരു ടാങ്കില് എന്തുണ്ട്, ഈ ടാങ്ക് തന്നെ, ഈ ടാങ്കില് കുറച്ച് വെള്ളം ഒഴിച്ചു. ഞാൻ എത്ര ലിറ്റർ വെള്ളം ഒഴിച്ചു, 189 ലിറ്റേഴ്സ് വാട്ടർ വെള്ളം ഒഴിച്ചു. ഓക്കെ ഓക്കെ. ഇനി ഹൈറ്റ് അപ്പൊ മാറില്ലേ, കാരണം ഇനിയും സ്പേസ് ഉണ്ട് ഇവിടേക്ക് ഇല്ലേ. അപ്പൊ ഹൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസമുണ്ട്. നേരത്തെ ഹൈറ്റ് അല്ല ഇപ്പൊ ഉണ്ടാവുക. അപ്പൊ ഹൈറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം എന്നുള്ളത് തന്നെയാണ് ക്വസ്റ്റ്യൻ. പക്ഷെ ലെങ്ത്തിലും ബ്രെഡ്ത്തിലും വലിയ മാറ്റമൊന്നും വരില്ല, ഇല്ലല്ലോ. ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ ബേസിലല്ലേ ഇരിക്കുന്നത്, അപ്പൊ വലിയ മാറ്റമില്ല. അപ്പൊ അതൊക്കെ സെയിം തന്നെയാണ്, ലെങ്ത്തും ബ്രെഡ്ത്തും മാറ്റില്ല തന്നെയാണ്. അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വോളിയത്തിന്റെ ഇക്വേഷൻ ഇടും. അപ്പൊ വോളിയത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ ബ്രെഡ്ത്തിന്റെ ഹൈറ്റ്, അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നോക്കുമ്പോ ഇത് ലിറ്ററിലാണ് തന്നിരിക്കുന്നത് അല്ലെ, ലിറ്ററിലല്ലേ തന്നിരിക്കുന്നത്. എനിക്ക് വേണ്ടത് എന്താണ്, അതിന്റെ യൂണിറ്റ് മാറ്റണം. എനിക്ക് വേണ്ടത് യൂണിറ്റ് മാറ്റിയിട്ട് സോൾവ് ചെയ്യാം കേട്ടോ. അപ്പൊ അതൊക്കെ സെന്റിമീറ്ററിൽ തന്ന കാരണം ഞാൻ സെന്റിമീറ്ററിക്കാണ് മാറ്റാനായിട്ട് പോകുന്നത്. അപ്പൊ ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, മാറ്റും. അപ്പൊ നമുക്കൊരു അറിയുന്ന ഒരു കാര്യമുണ്ട്, 1 ലിറ്റർ, അതിവിടെ എഴുതിയിട്ടുണ്ട്. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 cm ക്യൂബ് ആണ്, ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അതുപോലെ 1 ലിറ്റർ എന്ന് പറയുന്നത് മീറ്ററിന്റെ നോക്കുകയാണെങ്കിൽ 1 ലിറ്റർ എന്ന് പറയുന്നത് 1/1000 ക്യൂബിക് മീറ്റർ ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ്, ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി ലെങ്ത് അറിയാം, ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം, ഈ വാട്ടർ ഉള്ളത് വരെയുള്ള ഹൈറ്റ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹൈറ്റിനെ ഇവിടെ നിർത്തും. ഈ രണ്ടാളെയും ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും ഇൻറ്റു ആയതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതെന്താവും, ഡിവിഷൻ ആയിട്ട് മാറും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 189 ഡിവൈഡഡ് ബൈ 9 × 7 എന്ന് കിട്ടി. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പൊ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 27 അങ്ങനെ ക്യാൻസൽ ആയി. ഡിവൈഡ് ചെയ്തു, 189 ഡിവൈഡഡ് ബൈ 9 ചെയ്തപ്പോ കിട്ടിയത് നമുക്ക് കിട്ടുക 21 ആണ് കേട്ടോ. 21 ആണ് കിട്ടുക. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഡിവൈഡ് ചെയ്ത് തരാം. നമുക്ക് കറക്റ്റ് കൺഫേം ചെയ്യാൻ വേണമെങ്കിൽ ജസ്റ്റ് കൺഫേം നല്ല കൺഫേം ചെയ്യാം. ഓക്കെ 9. അപ്പോൾ 18 ഞാൻ എടുക്കുകയാണ്. ആ 18 എടുക്കുമ്പോൾ 2 × 9 ആണ് എന്ത്, 18 നമുക്കറിയാം. ഇനി 9 ഇങ്ങോട്ട് ഇറക്കിയിടുക. ദെൻ റിപ്പീറ്റ് 1 × 9 എന്താണ്, 9 ആണ്. കറക്റ്റ് ആണ്. അപ്പോൾ 21 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ നമ്മൾ ചെയ്തു, പ്രൂവ് ചെയ്തു കേട്ടോ. ഇനി 21ഉം 7 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ, അപ്പൊ ആൻസർ 3 ആണ് കിട്ടുക. അപ്പൊ ആൻസർ എന്താ കിട്ടുക, 3. അപ്പൊ നമ്മുടെ ഉത്തരം എന്തുതന്നെയാണ്, 3 തന്നെയാണ്. ഓക്കെ. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ 0 കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ 0 കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ 0 ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്താ വരിക, 30 എന്നല്ലേ വരിക. ഓക്കെ. ഒരു ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്, ABCD എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞേക്കാണ് ദ വോളിയം ഓഫ് ടാങ്ക് എന്ന് പറയുന്നത് ഡബിൾ ചെയ്തു, അതിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഓക്കെ. വോളിയം ഓഫ് ദി ടാങ്ക് അല്ല ഡബിൾ ചെയ്തിരിക്കുന്നത്. വോളിയം ഓഫ് ടാങ്ക് കാണാൻ ലൊക്കേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്, നമുക്കറിയാം. പക്ഷെ പിന്നീട് പറയാണ് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ ഒന്ന് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഡബിൾ ആക്കി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ലെങ്ത് L ഉള്ളത് എന്താക്കി, ഒരു 2A ആക്കി ഇരട്ടിച്ചു. ഓക്കെ. ഇപ്പൊ B എന്ന് പറയുന്നത് എന്തെന്നെയാണ്, ഒരു 2B തന്നെ ആക്കിയത്. H എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്തു, 2C. അപ്പൊ എല്ലാത്തിലും ഒരു 2 ഡബിൾ ആയി അല്ലെ, എല്ലാതും ഞാൻ ഡബിൾ ആക്കി. ഓക്കെ. അപ്പൊ നമുക്ക് എന്താ വരിക, ഓക്കെ 2 × 2 എന്താ വരിക, 8 അല്ലേ. അപ്പൊ ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചത്, D ആണ് ഓപ്ഷൻ. D എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓപ്ഷൻ, വോളിയം ഈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ബൈ 8 ടൈംസ് കേട്ടോ. 8 അല്ലേ ഫ്രണ്ടിൽ വന്നേ, അല്ലാതെ ചിലവർ എഴുതി വെച്ചിട്ടുണ്ട് വോളിയം ഈസ് ഡബിൾഡ് എന്ന്. അത് തെറ്റാണ്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഡബിൾ ആയി കഴിഞ്ഞാൽ വോളിയം ഡബിൾ ആവില്ല. വോളിയം എന്താ ചെയ്യുന്നത്, 8 ടൈംസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും പറയുന്നത് ബൈ വിച്ച് എ നമ്പർ ഷുഡ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഡിവൈഡ് ടു ഗെറ്റ് ദ ലോവസ്റ്റ് ടേം ഓഫ് 12/50. അപ്പൊ 12/50 ലോവസ്റ്റ് ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ആ കോമൺ ഫാക്ടർ ആണ് 3.
ഓക്കെ, അപ്പൊ ആ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലാതെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റുണ്ടോ? പറ്റില്ല. ഓക്കെ, അപ്പൊ 12 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 4 കിട്ടുന്നുണ്ട്. പിന്നെ 15 ഡിവൈഡഡ് ബൈ 3 ചെയ്തപ്പോൾ 5 കിട്ടുന്നുണ്ട്. അപ്പൊ അതിന് എനിക്ക് മനസ്സിലായി 3 ആണ് ആ നമ്പർ. വിച്ച് നമ്പർ എന്നല്ലേ ചോദിച്ചിരിക്കണേ. വിച്ച് നമ്പർ ഷുഡ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ബി ഡിവൈഡ് ടു ബി ഗെറ്റ് ലോവസ്റ്റ് ടേം. അപ്പൊ രണ്ട് ലോവസ്റ്റ് ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്തത് 3 വെച്ചിട്ടാണ് അല്ലെ, ലോവസ്റ്റ് ടേം ആക്കാൻ വേണ്ടിയിട്ട്. 6 ഡിവൈഡ്, ഇത് ഒന്നും ചെയ്യാനില്ല, ഒന്നും ലോജിക്ക് വെച്ചിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നും ചെയ്യാനില്ല, ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 16 കേക്ക് ആർ ഡിവൈഡഡ് ഈക്വലി എമൗണ്ട് 6 പീപ്പിൾസ്. ഓക്കെ, 6 പീപ്പിൾസിന് ഈക്വലി എന്ത് ചെയ്തു കൊടുത്തു എന്നുണ്ടെങ്കിൽ ആ 16 എന്നുള്ളത് ഇവിടെ എത്തിയപ്പോൾ എന്തായി, 8 ആയി അല്ലെ. അപ്പൊ 6 എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ എന്താവും, 3 ആവും. ഒന്നുകൂടി പറയാം, 16 കേക്ക് ആർ ഡിവൈഡഡ് ഈക്വലി എമോങ് 6 പീപ്പിൾസ്. അങ്ങനെ ആ രീതിയിൽ പോവുകയാണെങ്കിൽ 8 കേക്ക് എത്ര പേർക്ക് ഈക്വലി ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 പേർക്ക്. കാരണം 16ന്റെ ഹാഫാണ് 8, അങ്ങനെ ആകുമ്പോൾ 6ന്റെ ഹാഫാണ് 3. ആ രീതിയിൽ എന്ത് ഒരു ലോജിക്കും ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് സോൾവ് ചെയ്യുക പോലും വേണ്ട. ഓക്കെ, അത് ഈസിയുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്തത് ഈച്ച് സ്റ്റുഡന്റ് ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 42 meters ഓഫ് ക്ലോത്ത് വേർ ബൗട്ട് for a shirt of uniform. It was cut equally to 24 students. അത് നമുക്ക് കൃത്യമായിട്ട് പറയേണ്ടത് 42 meter divided into 24. എന്താണ് 42 ആണ് നമ്മുടെ ടോട്ടൽ. അതിന് എത്ര പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു? 24 സ്റ്റുഡൻസിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുക? അതെ, ഇങ്ങനെയാണ് എഴുതുക. അപ്പോ ഇനി ഈ ഒരു അളവിനെ നമുക്ക് എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്കറിയാം. അപ്പൊ നോക്കുമ്പോൾ ഇതിൽ കോമൺ ഫാക്ടേഴ്സ് 2 ആണെന്ന് അറിയാം. 2 അല്ലാതെ 3 ഉണ്ട്. 3യും കോമൺ ഫാക്ടർ ആണ്. ഇനി ഈ 2 into 3 ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടുമല്ലോ. അപ്പൊ 6ഉം കോമൺ ഫാക്ടർ ആണ്. അപ്പൊ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് 6 വെച്ചിട്ട് അങ്ങനെ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യും. 42 divided by 6, 24 divided by 6. അപ്പൊ 42 divided by 6 ചെയ്താൽ 7 കിട്ടുന്നുണ്ട്. 24 divided by 6 ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും കേട്ടോ. ഇനി സ്റ്റേറ്റ്മെന്റ് റീസണും അവർ തന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്താണ് അവർ പറയണേ? എ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ ഗിവൻ ബിലോ. സ്റ്റേറ്റ്മെന്റ് എന്താണ്? 2/3 is a lowest term of 24 and 36. നമുക്കറിയാം അല്ലെ, 24ന്റെയും 36ന്റെയും ലോവസ്റ്റ് ടേം ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ലോവസ്റ്റ് ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഇതില് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാണ് എന്ന് നോക്കാം. വരുന്നത് 12 ഉണ്ട്. അപ്പൊ 12 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. 36നെയും അതുപോലെ 24നെയും 12 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ആ 12 ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതും ഇതിൽ തന്നെ 2 ഉണ്ട്. ഓക്കെ, ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 24 and 36 is 12. When the numerator and the denominator is divided by 12, we result 2/3. രണ്ടും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് ആണ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ റൈറ്റ്. നമുക്ക് തന്നിട്ടുള്ളത് റൈറ്റ് 2 forms ഓഫ് 1/3, 1/5 ഹാവ് എ സെയിം ഡിനോമിനേറ്റർ. ഇതിന് രണ്ടിനെയും സെയിം ഡിനോമിനേറ്ററിലേക്ക് മാറ്റണം. എന്നിട്ട് അതിന്റെ ഫോംസ് എന്ത് ചെയ്യുക, ആ ഒരു ടേംസ് എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള ഫ്രാക്ഷൻ ഒന്ന് എടുത്തിടാം. എന്നിട്ട് ഇത് 5 ആയിരുന്നു അല്ലെ, 5 ആണ്. ഇനി ഈ 5നെ ഈ രണ്ട് നമ്പേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. എഴുതാം 1 into 5/3 into 5. ഇനി കളർ ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കി തരണ്ടേ. അപ്പൊ ഇനി 3 ആണ് ചൂസ് ചെയ്യണേ. ഈ 3 വെച്ചിട്ട് ഈ നമ്പറിനെയും അതിന് അപ്പുറത്തുള്ള ഈ ഫ്രാക്ഷനിലല്ലാതെ മറ്റേ ഫ്രാക്ഷന്റെ നമ്പേഴ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 1 into 3 അല്ലെ, ബൈ 1 into 3/3 into 5. അങ്ങനെ ചെയ്താൽ തന്നെ എന്തായി ആൻസർ കിട്ടും. കാരണം ഡിനോമിനേറ്റർ സെയിം ആക്കാന്ന് ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ 1 into 5 5 അല്ലേ, 3 into 5 15 അല്ലേ, കഴിഞ്ഞു. ഇനി അടുത്തത് 1 into 3 3 അല്ലേ, 3 into 5 15 അല്ലേ, ആൻസർ കിട്ടി. ഇനി നമുക്ക് ഒരു ഫോം കൂടി കാണണം. ആ ഫോമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതിന് എന്ത് ചെയ്താൽ മതി, 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇതൊരു ഫോമായേ. 5/15ഉം 3/15 ഒരു ഫോമാണ്. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അല്ല ഇൻറ്റു ചെയ്യും. ഇവിടെ നിന്ന് ഡിവൈഡ് വരുന്നേ അല്ലേ. ഓക്കെ, ഇൻറ്റു ചെയ്യാണ് കേട്ടോ സാധിക്കുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ 5 into 2/15 into 2. അതേപോലെ 3 into 2/15 into 2. അപ്പൊ ആൻസർ 10/30. അതേപോലെ 3 into 2 ചെയ്യുമ്പോൾ 6 അല്ലേ, 6/30. ഇതാണ് നമ്മുടെ രണ്ട് ഫോംസ്. ഇത് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ.
ഞാൻ എന്തായാലും ഒന്നും കൂടി ഒന്ന് സ്പോട്ടിൽ ചെയ്തു മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നത് will 21/27 be there as the different forms of 2/3? അപ്പോൾ 2/3 ഒരു ഡിഫറെന്റ് ഫോംസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഏതെങ്കിലും ഒരു നമ്പേഴ്സ് എടുത്ത് ജസ്റ്റ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വി ഗെറ്റ് ദി ഡിഫറെന്റ് ഫോംസ് ഓഫ് 2/3. പക്ഷെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു 21/27 കിട്ടില്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു കേസ് തെറ്റാണ്. 21/27 എന്ന് പറയുന്നത് 2/3യുടെ ഡിഫറെന്റ് ഫോം അല്ല. ഓക്കെ, അപ്പൊ ആദ്യം നോൺ എഴുതിയ ഒരു മാർക്കാണ് കിട്ടും. ഓക്കെ, ഇഫ് യു മൾട്ടിപ്ലൈ ദി സെയിം നമ്പർ ബൈ 21 and 27 you will not get the same result. ഏതെങ്കിലും ഒരു നമ്പേഴ്സ് നമ്മൾ ചൂസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഏത് സെയിം നമ്പർ എടുത്താലും നമുക്ക് എന്ത് കിട്ടില്ല, കൃത്യമായിട്ടുള്ള ഒരു 21/27 എന്ന് പറയുന്ന നമ്പർ കിട്ടില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 1 of 3 എന്ന് പറയുമ്പോൾ 3 തന്നെ. 3 ഡിവൈഡ് ഇൻറ്റു 4, അപ്പൊ 3/4 ആൻസർ. ഇനി അടുത്തത് 1 of 4 ഡിവൈഡ് ഇൻറ്റു 3. 1 of 4 എന്ന് പറയുമ്പോൾ അതും 4 4/3 അതിലുണ്ട്, മുകളിൽ കാണാണ്ട് അല്ലെ, ഓപ്ഷൻ കിട്ടി. ഇനി അടുത്തത് ലാസ്റ്റ് 1, അത് നമുക്ക് ചെയ്യാതെ തന്നെ കിട്ടും, പക്ഷെ നമ്മൾ ചെയ്യാം. 2 of 1 എന്ന് പറയുമ്പോൾ 2, 1 into 2 എന്നാണ് അർത്ഥം. 2 is ഡിവൈഡ് ഇൻറ്റു 3, അപ്പൊ അത് വൈക്ക് പോയി. അങ്ങനെ നമുക്ക് എന്ത് മനസ്സിലായി? പി എന്ന് പറയുന്നത് സെഡിക്ക് പോകുന്നുണ്ട്. ഓക്കെ, പി എന്ന് പറയുന്നത് സെഡിക്ക് പോകുന്നുണ്ട്. അതുപോലെ ക്യൂ എന്ന് പറയുന്നത് എക്സിക്കും, ആർ എന്ന് പറയുന്നത് വൈക്കും പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓപ്ഷൻ ബി ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് പാറ്റേൺ വന്നിട്ടുണ്ട്. 1/2 + 1/4 = 3/4. ഇനി ആ 3/4 ആ ഫ്രണ്ടിലേക്ക് എഴുതിച്ചിരിക്കണം, കണ്ടോ. എന്നിട്ട് 3/4 + 1/8 = 7/8 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 7/8 ഇതാ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നു, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതില് 7/8 + 1/16 = 15/16. നമുക്ക് മനസ്സിലാവുക. അടുത്തത് എന്താണ് എഴുതണം? 15/16 വരും അല്ലെ. പ്ലസ് നമ്മൾ ഡബിൾ ചെയ്ത് വന്നേക്കാണ്. 4 8 ആയി, 8 16 ആയി. അങ്ങനെ ആവുമ്പോൾ അതെന്താവും? 32 കിട്ടും. അടുത്തത് ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് സ്ട്രെയിറ്റ് ഒക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 15 × 32 + 1 × 16/16 × 32 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ 31/32 ആണ് കിട്ടുക കേട്ടോ. ഇതേപോലെ ചെയ്യാം. ഇനി അതല്ല, വേറെ ട്രിക്ക് സാർ പറഞ്ഞുതരാം, മനസ്സിലായിട്ടുണ്ടാവും. ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ രീതിയിൽ ചെയ്യാതെ തന്നെ നമുക്ക് കിട്ടും. ജസ്റ്റ് നോക്കൂ. 1/2 + 1/4 നോക്കുമ്പോൾ ഈ 4ഉം 1ഉം മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് ഇവിടെ. ഈ 8ഉം 1ഉം മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് 7. എന്നിട്ട് ഈ 8 അതേപോലെ എഴുതിച്ചേക്കുക. ഇനി ഇതേപോലെ 16ഉം 1ഉം കൂടി മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15 കിട്ടും. എന്നിട്ട് ആ 16 അതേപോലെ എഴുതിച്ചേക്കാണ്. അങ്ങനെ ആവുമ്പോൾ 15/16 + 1/32 = ആദ്യം 32 ഇതേപോലെ എഴുതും. എന്നിട്ട് ഈ 32 1 മൈനസ് ചെയ്യുമ്പോൾ 31 ആൻസർ ആയി. ഇനി ഇതേപോലെ അതങ്ങോട്ട് എഴുതാം. 31/32 പ്ലസ് ഇനി അടുത്ത എന്താ വരിക? 1/64. കറക്റ്റ്. ഇനി 64 അതേപോലെ എഴുതാം. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം? 63. അതാണ് ആൻസർ കേട്ടോ. ഈ രണ്ട് ആൻസറും എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ലെഫ്റ്റ് റൈറ്റ് സ്ട്രെയിറ്റ് ആ രീതിയിൽ സോൾവ് ചെയ്ത് കിട്ടിയാൽ മതി. ഇനി അതല്ലാതെ ട്രിക്ക് വെച്ചിട്ടും ചെയ്യാം. നമുക്ക് വായിച്ചു നോക്കാം. മിൽക്ക് ഈസ് കെപ്റ്റ് എ ലാർജ് വെസൽ ആൻഡ് സ്മോൾ വെസൽ. അപ്പൊ നമുക്കൊരു ലാർജ് വെസൽ വേണം, സ്മോൾ വെസലും വേണം. ഇനി 8 3/4 ലിറ്റർ ഓഫ് മിൽക്ക് ഇൻ എ ലാർജ് വെസൽ. അപ്പൊ ലാർജ് വെസലിൽ എത്ര മിൽക്ക് ഉണ്ടെന്ന് അവര് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 8 3/4 ആണ്. അതേപോലെ 1/4 ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് പൗഡ് ഫ്രം ദി ലാർജ് വെസൽ ടു സ്മോൾ വെസൽ. അപ്പൊ ലാർജ് വെസലിൽ നിന്ന് സ്മോൾ വെസലിലേക്ക് എന്ത് ചെയ്തു? 1/4 ലിറ്റേഴ്സ് മിൽക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒഴിക്കുന്ന നേരത്ത് നമ്മൾ എന്ത് ചെയ്തു? ഒഴിക്കുന്ന നേരത്ത് ദി ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ബോത്ത് വെസൽസ് ബിക്കം എന്താവും? സെയിം ആവും. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു ലാർജ് വെസൽ കൺസിഡർ ചെയ്തു. ഇതാണ് ലാർജ് വെസല്, ഇത് സ്മോൾ വെസല്. അങ്ങനെ വെസല് നമ്മുടെ കയ്യിലുണ്ട്. ഈ വെസലില് 8 3/4 ലിറ്റർ വെള്ളം കണ്ടോ? കുറെ വാട്ടർ ഇല്ലേ ഇതില്? ഇതൊക്കെ എന്താണ്? 8 3/4 ലിറ്റർ വാട്ടർ ആണ്. ഇതില് നോക്കുമ്പോൾ സ്മോൾ വെസലിലാണെങ്കിൽ അത്രയൊന്നും ഇല്ല. അത് എത്രയാന്നുള്ളത് ആർക്കും അറിയില്ല. ഈ ക്വസ്റ്റ്യൻ ഇട്ട ആൾക്കും അറിയില്ല. നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം.
എന്താണ് ആ ക്ലൂ നോക്കാം. 1/4 liter ഓഫ് മിൽക്ക് ഇസ് പവർഡ് ഫ്രം ദ ലാർജ് വെസൽ ടു സ്മോൾ വെസൽ. അങ്ങനെ 1/4 ലിറ്റർ എന്ത് ചെയ്തു, ലാർജ് വെസലിൽ നിന്ന്, ലാർജ് വെസൽ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അപ്പൊ അതിൽ നിന്ന് 1/4 എന്ത് ചെയ്തു, ഒഴിച്ചു കളഞ്ഞു. ഏതിക്ക്? സ്മോൾ വെസലിലേക്ക്. ഒഴിച്ചു കളയല്ല, സ്മോൾ വെസലിലേക്ക് ഒഴിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒഴിക്കുമ്പോൾ ഈ രണ്ട് വെസലിലെ മിൽക്ക് എന്താവും? സെയിം ആവും. അപ്പൊ ഒഴിക്കുകയാണ്, അപ്പൊ അതിൽ നിന്ന് മൈനസ് ചെയ്ത് കളയാണ്, അല്ലെ, ഒഴിവാക്കുക, മൈനസ് ചെയ്ത് കളയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ 8 + 3/4 - 1 + 1/4 ചെയ്യണം. അപ്പൊ അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 8 + 3/4 - 1 - 1/4 അങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം മൈനസ് ബ്രാക്കറ്റിന് ഉള്ളിലേക്ക് വരും, അല്ലെ. ഇനി ഈ നമ്പേഴ്സ് മാത്രം ആദ്യം കൺസിഡർ ചെയ്യുക. നമ്പേഴ്സിൽ 8 ഉണ്ട്, 1 ഉണ്ട്. അപ്പൊ 8 - 1 7 ആണ് നമുക്കറിയാം. അതുപോലെ ഫ്രാക്ഷൻ നോക്കുമ്പോൾ 3/4 1/4 കാണാനുണ്ട്. അപ്പൊ 3/4 നിന്ന് ഒരു 1/4 നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 1/2 കിട്ടും, അല്ലെ. ബാക്കി നമുക്ക് എന്ത് കിട്ടും? ഒരു 1/2 കിട്ടും. അപ്പൊ അത് 1/2 എഴുതി, ശരിയല്ലേ. അപ്പോൾ 7 എന്താ ആൻസർ കിട്ടുക? 7 1/2. അങ്ങനെ എഴുതണമെന്നില്ല, 7 + 1/2 എഴുതിയാലും നോ പ്രോബ്ലം. ഇനിയിപ്പോ ക്വാണ്ടിറ്റി എന്തായി? സെയിം ആയി. ഓക്കെ, 7 1/2 ആണ് ഇപ്പൊ രണ്ടിന്റെയും ഉള്ളത്. ഇനി നമുക്ക് വേണ്ടത്, ഇപ്പൊ നമുക്ക് അറിയാത്ത ഒരാളുണ്ട്, അല്ലെ. ഈ ചെറിയ വെസലിൽ എത്രയാണെന്നുള്ളത്, സ്മോൾ വെസലിൽ എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക, വാട്ട് ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ എ സ്മോൾ വെസൽ ഇൻ എ ബിഗിനിങ്ങിലുള്ള എത്രയായിരുന്നു ആ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ ഇപ്പൊ ചെറിയ വെസലിൽ എത്രയുണ്ട്? 7 1/2 ഉണ്ട്. എന്ത്? ആ മിൽക്ക് ഒഴിച്ച പോട്ടാ, ഇതല്ല പറയണേ, മിൽക്ക് ഒഴിച്ചപ്പോ, മിൽക്ക് ഒഴിച്ച സമയത്ത് ഇത് വലുത് ചെറുത്. അപ്പൊ ഇപ്പോ എന്തുണ്ട്? ഇത്ര വാട്ടർ ഉണ്ട്? 7 1/2 ആണ് രണ്ടിലുള്ളത്. ഓക്കെ, ക്വാണ്ടിറ്റി ഇൻ ദി ബിഗിനിങ് കിട്ടാൻ വേണ്ടിയിട്ട് 7 1/2 ആണ് ഇപ്പത്തെ. അതിൽ നിന്ന് നമ്മൾ എത്ര ഒഴിച്ചു? 1 1/2 ലിറ്റർ സ്മോളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതങ്ങ് ഒഴിവാക്കിയാൽ മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ അത് വേണ്ടിയിട്ട് 7 + 1/2 - 1 + 1/4 ചെയ്യാം. അപ്പൊ 7 1 മൈനസ് ചെയ്യണം, 1/2 1/4 മൈനസ് ചെയ്യണം. അപ്പൊ 7 1 മൈനസ് ചെയ്ത 6 കിട്ടുന്നുണ്ട്. ഹാഫിന്ന് ക്വാർട്ടർ പോയി കഴിഞ്ഞ് ക്വാർട്ടർ ആണ് നമുക്കറിയാം. മനസ്സിലാവും. അതിൽ M N P എന്നൊക്കെ പറഞ്ഞിട്ട് കാണാനുണ്ട്. അതിൽ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് എത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് റൈറ്റ് സ്ട്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ലെഫ്റ്റ് ആദ്യം സോൾവ് ചെയ്യുമ്പോൾ 1 × 3, പിന്നെ പ്ലസ് ഇവിടെ കാണാനുണ്ട്. അപ്പൊ പ്ലസ് നേരെ അതേപോലെ എഴുതി, കണ്ടോ, പ്ലസ് എഴുതി. ദെൻ റൈറ്റ് 2 × 1/2 × 3 ചെയ്യും. അപ്പോൾ ആൻസർ 3 + 2, അല്ലെ. 1 × 3 3 ആണല്ലോ. 2 × 1 2/6 5/6 ആൻസർ കിട്ടും. അത് T എന്ന് പറയുന്ന ഇതിലേക്കാണ് മാപ്പ് ചെയ്യാം. ഓക്കെ, അതിലേക്കാണ് പോകുന്നത്. അപ്പൊ T, അപ്പൊ M ഉം T യും സെയിം ആയി. ഇനി അടുത്തത് 1/3 + 1/5 സോൾവ് ചെയ്യാം. അപ്പൊ 1 × 5, അല്ലെ, ലെഫ്റ്റ് 1 × 5, റൈറ്റ് 1 × 3, പിന്നെ സ്ട്രേറ്റ് ചെയ്യും 3 × 5. അപ്പൊ 1 × 5 5 ആണ്, പിന്നെ 3 ആണ്. 1 × 3 3 ആണ്, പിന്നെ 3 × 5 15 ആണ്. അങ്ങനെ 5 + 3 8 ആണ്. 8/15 ആൻസർ കിട്ടും. ഇനി ഇതേപോലെ 1/3 + 1/4 സോൾവ് ചെയ്യുന്നു. അപ്പൊ 1 × ലെഫ്റ്റ് ചെയ്യുമ്പോൾ 1 × 4, റൈറ്റ് ചെയ്യുമ്പോൾ 1 × 3. 1 × 4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 4 ആണ്. 1 × 3 എന്ന് പറയുന്നത് 3 ആണ്. ഇനി സ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് 3 × 4 അല്ലേ, 3 × 4 12 ആണ്. അപ്പോൾ 4 + 3 7 ആണ്. 7/12 അത് U ആണ് ആൻസർ. അപ്പോൾ എവിടേക്ക് മാപ്പ് ചെയ്യുക? M Tയിലേക്കും, N പോണത് Vയിലേക്കും, P പോണത് Uയിലേക്കുമാണ്. ആൻസർ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യെസ്, അപ്പൊ M Tയിലേക്ക് അതേപോലെ അപ്പൊ M T വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്, കണ്ടോ. എയും ഉണ്ട്, ഡിയും ഉണ്ട്. അപ്പൊ ഞാൻ അടുത്ത ആളെയും കൂടി കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1/3, അപ്പൊ 15 വരണം. 15 ന്യൂമറേറ്ററിൽ വരുന്നത് വിക്ക്. അപ്പൊ N വിക്കാണ്. N V എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. A vessel contain 15 liter of milk. One part of milk is taken by Hari when it is divided by 6 equal parts. അപ്പോൾ ഹരി എന്ന് പറയുന്നത് ഈ 5 ലിറ്ററിനെ എന്ത് ചെയ്യുന്നു? 6 പാർട്ടാക്കി മാറ്റി. അതിലൊരു പാർട്ട് ഹരി എടുത്തു. ഇനി ഇതേപോലെ സുധ എന്ന് പറയുന്ന ആള് 5 ലിറ്റർ ഓഫ് മിൽക്കിനെ 3 പാർട്സ് ആക്കി അതിലൊരു പാർട്ട് സുധ എടുത്തു. അപ്പോൾ എന്താ ഹരിക്ക് കിട്ടിയത് എത്രയാണ്? സുധയ്ക്ക് എത്ര കിട്ടിയെന്നുള്ളത് എഴുതണം. അപ്പൊ ഹരിയുടെ 5/6 സുധയ്ക്ക് 5/3 ആണെന്ന് കിട്ടി.
സുധരി എന്ത് ചെയ്തു, ഇവിടെ എഴുതി. ഓക്കെ, 5/6 5/3 ആണ്, ലിറ്റർ ആണ് അത്, 2 ലിറ്ററിൽ. ഇനി നമുക്ക് 2 പേർക്കും കൂടി കൂട്ടുന്നത്, 2 പേരുടെയും ഒരാളുടെ ഹരിയുടെ 5/6 ആണ്, സുധയുടെ 5/3 അല്ലേ. ഇപ്പൊ 2 കൂടിയിട്ട് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ പ്ലസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് സ്ട്രെയിറ്റ്, അപ്പൊ ലെഫ്റ്റ് ചെയ്യുമ്പോൾ 5 into 3. ഓക്കെ, ഇനി റൈറ്റ് ചെയ്യുമ്പോൾ 5 into 6, സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ 6 into 3. അങ്ങനെ അപ്പോൾ 5/3 എന്ന് പറയുന്നത് 15 ആണ്, 5/6 എന്ന് പറയുന്നത് 30 ആണ്, ഇനി 6 into 3 എന്ന് പറയുന്നത് 18. അപ്പോൾ 15 plus 30 നമുക്കറിയാം 45 ആണ്. ദെൻ അതവിടെ ഇതാ. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാം. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആളെ നമ്മൾ കണ്ടുപിടിക്കണം. അത് ഏത് ആളാണ്? 45 എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിളിലുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ട്. 18ഉം 9ന്റെ ടേബിളിലുള്ളതാണ്. അപ്പോൾ 45 ഡിവൈഡഡ് ബൈ 9 ചെയ്യാൻ പറ്റും, 18/9 ചെയ്യാൻ പറ്റും. അങ്ങനെ ആൻസർ 1/2 ആണ് ആൻസർ വരിക. ഓക്കെ, ഉള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിൽ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ? ഏതാണ് ഇത് ട്രൂ? അപ്പൊ അവർ പറയുന്നു 1 part of 10 is divided by 6. അപ്പൊ 1 part of 10 is divided by 6. അപ്പൊ എന്നിട്ട് അവർ എഴുതിക്കുന്നത് 6/10 എന്ന്. അത് ഈക്വൽ ആണോ? ഇതാണോ? ഇതല്ലേ ശരിക്കും വരേണ്ടത്, പക്ഷെ അവർ എഴുതിക്കുന്നത് 6/10. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിൽ അവർ പറയുന്നത് 6 is divided into 10 equal parts. അപ്പോൾ 6/10 എന്ന് വരും. 6/10 ന്യൂമറേറ്റർ അവിടെ ചെറുതാണ്. അപ്പൊ അങ്ങനെ പോയാൽ അത് മോർ ദാൻ 1 വരില്ല. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷനിൽ അവർ പറയുന്നത് 10 is divided by 6. 10 എന്ന് പറയുന്നത് 6നോട് ഡിവൈഡ് ചെയ്യുന്നു. 5 is divided by 3. ഇത് രണ്ട് ഈക്വൽ ആണെന്ന് അവർ പറയുന്നു. നമുക്ക് നോക്കാം അല്ലെ. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എഴുതിക്കും. 10/6 is equal to 10. ഇതിൽ രണ്ടിലും കോമൺ ഫാക്ടർ ഉണ്ട്, 2 ആണ്. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10/2 ചെയ്യുമ്പോൾ 5, 6/2 ചെയ്യുമ്പോൾ 3. അപ്പോൾ 5/3 ചെയ്യാം. 10/6 is less than 1 എന്ന് പറയുന്നു. അത് ഉറപ്പായിട്ടും തെറ്റായിട്ടുള്ള ഒരു ഉത്തരമാണ്. കാരണം 10 divided by 6 ചെയ്യുമ്പോൾ 1 times 6 എന്താണ്? 6 ആണ്. ഇനി 4 ഇവിടെ വരുന്നുണ്ട്, റിമൈൻഡർ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും 1നും കൂടുതലാണ് വരിക, എന്തായാലും ലെസ് അല്ല. ക്ലാസ്സുകാർക്കുള്ള ആ ഒരു ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ നമുക്കും അറിയാം അല്ലെ, ഒരു റെക്ടാങ്കിൾ എങ്ങനെയായിരിക്കും. ഇതുപോലെ നമുക്ക് കുറച്ച് കറക്റ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ് റെക്ടാങ്കിൾ വരയ്ക്കാം അല്ലെ, ഇതുപോലെയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ റെക്ടാങ്കിളിന്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. പക്ഷെ ഇവർ പറയുന്നത് റെക്ടാങ്കിൾ അല്ലാണ് കേട്ടോ. ഇത് റെക്ടാങ്കിൾ അല്ലാന്ന് നമുക്കറിയാം. പക്ഷെ ഏതാണ് റെക്ടാങ്കിൾ? ഇതാണ് റെക്ടാങ്കിൾ അല്ലെ. റെക്ടാങ്കിൾ അല്ലാതെ ഇരിക്കാനുള്ള റീസൺസും അവർ പറയുന്നുണ്ട്. 4 സൈഡ് ഉള്ളത് കൊണ്ടാണ് ഇത് റെക്ടാങ്കിൾ ആവുന്നത്. ഇതിനും 4 സൈഡില്ലേ? റെക്ടാങ്കിൾ ആണെങ്കിലും 4 സൈഡ് വരില്ലേ?
അപ്പൊ അതല്ല അതിന്റെ റീസൺ, തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് 4 കോർണർ ഉള്ളത് കൊണ്ട് അത്ര ഇത് റെക്ടാങ്കിൾ ആവുന്നത് ആണോ? അല്ല, ഇതിനും 4 കോർണർ ഇല്ലേ, എന്നിട്ട് ഇത് റെക്ടാങ്കിൾ ആവണില്ലേ? അപ്പൊ അതല്ല. ഓക്കെ, ശരി. ഇനി ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്. ഓക്കെ, പക്ഷെ റെക്ടാങ്കിൾ ഈക്വൽ ആണ്, പക്ഷെ ഇത് ഈക്വൽ അല്ല. അപ്പൊ അത് കറക്റ്റ് ആയിരിക്കും. റെക്ടാങ്കിൾ ആണെങ്കിൽ അത് ഈക്വൽ ആവേണ്ടതാണ്, ഇവിടെ ഈക്വൽ അല്ല. അപ്പൊ അതാണ് ആ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്തെടുക്കാം. സി. ഓക്കെ. ഇനി ഡി നോക്കി കഴിഞ്ഞാൽ 2 ആംഗിൾസ് ആർ റൈറ്റ് ആംഗിൾ, 2 ആംഗിൾ റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് അത് എന്തായി മാറി, എന്താണ്, റെക്ടാങ്കിൾ അല്ല എന്ന് പറയുന്നു. അങ്ങനെയല്ല. അപ്പോൾ ഈ റെക്ടാങ്കിളിനും 2 സൈഡ് 2 ആംഗിൾ എന്തായിട്ട് കിട്ടാം, 90 ഉണ്ട് എന്ന് വെച്ചിട്ട് അത് റെക്ടാങ്കിൾ ആവാതിരിക്കുന്നില്ല. 4ഉം എന്തിനാ വരേണ്ടത്, റെക്ടാങ്കിൾ ആണ്. എന്നിട്ടും റെക്ടാങ്കിളിലെ 4 ആംഗിൾസും എന്തെന്നെയാണ്, 90 ആണ്. അതിൽ 2 90 ആണ് എന്ന് വെച്ചിട്ട് റെക്ടാങ്കിൾ ആവാതിരിക്കുക, അങ്ങനെയൊന്നുമില്ല. സോ അപ്പൊ അതും തെറ്റാണ്. നമുക്ക് ഇതിന് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് വേണ്ടത് സി ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ അല്ലാത്തത് കൊണ്ട് ഇതെന്തല്ല, റെക്ടാങ്കിൾ അല്ല, ഇത് പാരലോഗ്രാമും അല്ല കേട്ടോ. Area of rectangle is 96 centimeters and the volume of rectangular box having the same length and width is 96. അപ്പോൾ ഒരു ഏരിയ തന്നിട്ടുണ്ട് കേട്ടോ. ഏരിയ തന്നിട്ട് നമ്മളൊന്ന് പറ്റിക്കാൻ നോക്കുകയാണ്. 96 സ്ക്വയർ സെന്റിമീറ്ററിലാണ് ഏരിയ നമുക്ക് തന്നിട്ടുള്ളത്. ഇനി വോളിയം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, അറിയില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് എന്ത്, നമ്മുടെ വോളിയം കാണാനുള്ള ഇക്വേഷൻ. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി അവർ പറഞ്ഞിട്ടുള്ളത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഈ ഒരു പിക്ചറിൽ കണ്ടോ, ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണ്, 96 ആണ്. ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇതൊരു റെക്ടാങ്കുലർ ബോക്സ് ആണ് പറഞ്ഞിട്ടുണ്ട്. സെയിം ലെങ്ത് ബ്രെഡ്ത്തിൽ വരുന്ന അതിന്റെ വോളിയം തന്നിട്ടുണ്ട് അവർ 96. ക്യൂബിക് ഏതാ യൂണിറ്റ്, ക്യൂബിക് എന്തായിരുന്നു, ക്യൂബിക് സെന്റിമീറ്റർ ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഹൈറ്റ് അവർ എന്ത് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടുണ്ടോ, ഹൈറ്റ് അവിടെ കാണാനില്ല. പക്ഷെ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടത്. അപ്പൊ കഴിഞ്ഞ കിട്ടിയില്ലേ. അപ്പോൾ വോളിയം ഓഫ് റെക്ടാങ്കുലർ ബോക്സ് 96 ആണ് നമുക്കറിയാം. അതിന്റെ ഇക്വേഷൻ L × B × H ആണെന്ന് അറിയാം. L × B അവർ തന്നിട്ടുണ്ട്, അതവിടെ കൊടുക്കുക, അത്രയേ ഉള്ളൂ. L × B 96 അല്ലേ, 96 അവിടെ കൊടുക്കുക. അപ്പൊ 96 × H = 96. H = എന്ത് കിട്ടും, 96/96. ആൻസർ 1C. There is a 20,50,000 അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോ അത്രയും ലിറ്റേഴ്സ് വരുന്ന, അത്രയും ലിറ്റേഴ്സ് ഉള്ള ഒരു സ്വിമ്മിംഗ് പൂള് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെ കൺസിഡർ ചെയ്തു. അതൊരു റെക്ടാങ്കുലർ സ്വിമ്മിംഗ് പൂൾ ആണ്. പല രീതിയിലും നമുക്ക് സ്വിമ്മിംഗ് പൂൾ കൺസിഡർ ചെയ്യാലോ. എന്നിട്ട് അവർ പറയണത് അതിന്റെ ഡെപ്ത് തന്നിട്ടുണ്ട് 2 മീറ്ററിലും അതുപോലെ 10 മീറ്ററിൽ അതിന് വിട്ടും തന്നിട്ടുണ്ട്. അതവിടെ സാറ് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇത് ഡെപ്ത് ആയിട്ട് എടുത്തു, അത്രയും ആഴമുണ്ട്. ഞാൻ കൺസിഡർ ചെയ്യുന്നതിന് അത്രയും ആഴമുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഡെപ്ത് ആയിട്ട് എടുത്തു. ഇനി ഇവിടെ വിഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് 50 അല്ലല്ലോ 10 അല്ലേ, 10 മീറ്റർ തന്നിട്ടുണ്ട്. ലെങ്ത് ഇവിടെ ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഊഹിക്കാം ലെങ്ത് ഇവിടെ അറിയില്ല എന്നുള്ളത്. അപ്പൊ ലെങ്ത് കണ്ടുപിടിക്കേണ്ടി വരും ഇൻ കേസ്. അപ്പോ ലിറ്ററിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കത് ഇവര് ലിറ്ററിൽ വന്നിട്ടുണ്ട് അല്ലെ, പക്ഷെ ബാക്കിയുള്ള യൂണിറ്റ് ഒക്കെ മീറ്റർ അല്ലേ. അപ്പൊ നമ്മൾ എന്തിലേക്ക് മാറ്റിയാൽ മതി, മീറ്ററിലേക്ക് മാറ്റണം അല്ലെ, മീറ്ററിലേക്ക് മാറ്റിയാൽ മതി. അപ്പൊ ലിറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും, 1/1000 ചെയ്യല്ലേ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള 2,50,000 നമ്മൾ എന്ത് ചെയ്യുന്നു, 50,000 നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഈ 0 ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, അവസാനം 250 കിട്ടും. ഓക്കെ, അപ്പൊ ഇതെന്തായി, ഇപ്പൊ വോളിയാണ്, ലിറ്ററിനെ മാറ്റി നമ്മൾ എന്ത് ചെയ്തു, ക്യൂബിക് മീറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണെന്ന് അല്ലേ. അപ്പൊ അതവിടെ എടുക്കുന്നു, അതവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതുന്നു, പ്ലേസ് ചെയ്യുന്നു. കറക്റ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യണം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് നമുക്കറിയാം എത്രയാണ്, 250 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് ബൈ ഹാർട്ട് പഠിച്ചതാണോ, അല്ല, തന്നതാണ്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ, ലെങ്ത് നമുക്ക് അറിയില്ല. അപ്പൊ ലെങ്ത് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിൽ കാണേണ്ടത് കേട്ടോ. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി പോണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പക്ഷെ ഒരു കണ്ടീഷൻ കൂടി അവർ പറയുന്നുണ്ട്, ദ പോണ്ട് ഈസ് ഹാഫ് ഫുൾ ഓഫ് വാട്ടറേ ഉള്ളൂ. അത് നമുക്കറിയാം, ഇതിന്റെ ഹൈറ്റ് ഹാഫ് അല്ലാതെ ഫുൾ ആയിരുന്നപ്പോൾ ഹൈറ്റ് എത്രയാണ്, 2 മീറ്റർ ആണ്. സോറി, ഡെപ്ത് എത്രയാണ്, 2 മീറ്റർ ആണ്. അങ്ങനെ അതിന്റെ പകുതി എടുക്കുക. അപ്പൊ 2ന്റെ പകുതി എത്രയാ, 1 അല്ലേ. അപ്പൊ ഇത് മുതൽ ഇതുവരെയാണ് ഹൈറ്റ്, പകുതി എന്ന് വിചാരിക്കുക, ഏകദേശം പകുതി എടുത്തതാണ്. അപ്പൊ അത് 2 എന്നുള്ളത് എന്തായി, 1 മീറ്റർ ആയിട്ട് മാറും അല്ലെ. അത്ര വ്യത്യാസമുണ്ട്, അവിടെ വ്യത്യാസം വന്നു. അപ്പൊ ഹൈറ്റ് നമ്മൾ എന്തെടുക്കുമ്പോൾ ഡെപ്ത് ഇവിടെ എന്തായിരിക്കും, 1 ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഹൈറ്റിന്റെ അവിടെ 1 എന്ന് കൊടുക്കുക. ഡെപ്ത് നമുക്ക് അറിയാമല്ലോ, വൃത്തിയിൽ വല്ല മാറ്റം ഉണ്ടോ, വിടുത്തൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. ഇതിൽ മാറ്റം വരുന്നുണ്ടോ, ഇല്ല, അത് 10 തന്നെയാണ്. ഇനി അപ്പൊ അതൊക്കെ കിട്ടി കഴിഞ്ഞു, അതൊക്കെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ലെങ്ത് എല്ലാം ഇവിടെ നിർത്താം. ഈ ഒരാള് ഇൻറ്റു ആണ്, ഇൻറ്റു ഉള്ളത് പ്രതിക്കുന്ന ഡിവിഷൻ ആയിട്ട് മാറും.
നമുക്ക് ആൻസർ കിട്ടുക 25 ആണ്. കാരണം 250/10 0 ക്യാൻസൽ ചെയ്താൽ 25 ആണ് ആൻസർ വരിക കേട്ടോ. ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. നമുക്ക് സം വാട്ടർ ഫ്രം ദി പോണ്ട് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. നൗ ദ വാട്ടർ പോണ്ട് ഈസ് 40 സെന്റിമീറ്റർ ഹൈ. അപ്പൊ അത്രയും ഹൈറ്റിലുള്ള ഇതാണ്. അപ്പൊ ഹൈറ്റ് എന്ത് ചെയ്തു ഒന്ന് മാറ്റി തന്നു. അത് സെന്റിമീറ്റർ ആണ്. നേരത്തെ നമുക്ക് മീറ്റർ ആയിരുന്നു, അത് സെന്റിമീറ്ററിലേക്ക് എന്ത് ചെയ്തു മാറ്റി. ഓക്കെ, ഇനി ലെങ്ത് അവർ മാറ്റിയിട്ടുണ്ട്. ലെങ്ത് അപ്പൊ മാറ്റണ്ടേ? മാറ്റിയിട്ടില്ല, മാറ്റണം. കാരണം മീറ്ററിലാണ് തന്നിരിക്കുന്നത്. ലെങ്ത് തന്നതല്ല, നമുക്ക് അറിയാം, കണ്ടുപിടിച്ചതാ. അപ്പൊ ആ ലെങ്ത് 25 ആയതുകൊണ്ട് 25നെ നമ്മൾ എന്ത് ചെയ്തു മീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണെന്നുള്ളത് ആർക്കറിയാം? നമുക്കറിയാം. അപ്പൊ ആ രീതിയിൽ ചെയ്യും. ഇനി ഇവിടുത്തെ നമുക്കറിയാം 10 മീറ്റർ ആണ്. 10 മീറ്റർ ആണ്. അപ്പൊ മീറ്ററിനെ വീണ്ടും മാറ്റാം 10. അപ്പൊ 2 0 ആയി കൊടുത്താൽ മതി, വേറെ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട. 2 0 ആയി കൊടുക്കുക. അപ്പൊ സെന്റിമീറ്റർ ആയി. ഈ വോളിയം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നന്നായിട്ട് ആലോചിക്കും. ലെങ്ത്തിന്റെ ബെഡ്ത്തിന്റെ ഹൈറ്റ്, ലെങ്ത്തും ബെഡ്ത്തും ഹൈറ്റ് ഒക്കെ ആദ്യം വന്നിട്ടുണ്ട്, യഥാർത്ഥത്തിൽ തന്നിട്ടുണ്ട്. ലെങ്ത് 40 ആണ്. അപ്പൊ 40 അവിടെ കൊടുക്കാം. അല്ല, ഹൈറ്റ് 40 ആണ്, 40 കൊടുക്കുക. ഈ ലെങ്ത് 25നെ മാറ്റി 2 0 ആയിരിക്കുമ്പോൾ 2500 വരും. ഇനി ബെഡ്ത്ത് നമുക്കറിയാം 1000 ആണ്, അതും നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പൊ എല്ലാവരും ആയി. ഇനി അപ്പൊ അതിന്റെ യൂണിറ്റ് cm³ അല്ലേ, ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അപ്പൊ അതും എഴുതി. ഇനി പക്ഷെ അത് മാച്ച് ആവണില്ലല്ലോ. മാച്ച് ആക്കാൻ എന്ത് ചെയ്യും? അപ്പൊ ഇത് ക്യൂബിക് സെന്റിമീറ്ററിലല്ല ആയിരിക്കില്ല തന്നിട്ടുണ്ടാവുക, എന്തിലായിരിക്കും? ലിറ്ററിലായിരിക്കും തന്നിട്ടുണ്ടാവുക എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? തിങ്ക് ചെയ്തു. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ലിറ്ററിലേക്ക് മാറ്റാൻ നമുക്കറിയാം 1 cm³ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/1000 ആണ്. ഓക്കെ, ലിറ്ററിലാണ്. അപ്പൊ ലിറ്ററിലേക്കായി. അപ്പൊ അവിടെ 1000 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ മതി, ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സോൾവ് ചെയ്ത് പോകേണ്ടത്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.